കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ക്രൈസ്റ്റ് ബ്ലസ്സസ് എന്ന് പറയുന്ന ഈ മീഡിയയിൽ കൂടി ദൈവം എനിക്ക് ചെയ്ത എൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് പറയാൻ ഒരവസരം ഒരുക്കിയതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ മീഡിയയിൽ കൂടി ധാരാളം അനുഭവങ്ങൾ ഇതിനിടെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതിലൊരു അനുഭവം എനിക്കും പങ്കുവയ്ക്കാൻ സർവശക്തനായി ദൈവം ഒരുക്കിയ നല്ല അവസരങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് അതിന് മുഖാന്തരമായ ഈ മീഡിയയുടെ ഡയറക്ടറായിരിക്കുന്ന പ്രിയ കർത്താവിൻ്റെ ദാസനെ ഓർത്തും പ്രത്യേകമായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പേര് രതീഷ് എഡ്വേഡ് എന്നാണ്. ഞാൻ ജനിച്ചതും വളർന്നതുമൊക്കെ തിരുവനന്തപുരത്ത് കാഞ്ഞിരംകുളം എന്ന് പറയുന്ന സ്ഥലത്താണ്. എൻ്റെ പിതാവ് മാതാവ് ഞങ്ങൾ 3 മക്കളായിരുന്നു. അതിലേളയ മോനാണ് ഞാൻ ഇന്ന് ഇപ്പോൾ കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ IPCയുടെ ഒരു ശുശ്രൂഷകനായിട്ടിരിക്കുന്നു. എന്നാൽ ഒരിക്കലും ഇങ്ങനെ ഒരു ശുശ്രൂഷകനായി വരുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷയല്ല. പ്രത്യേകിച്ച് ദൈവദാസന്മാരെ പാസ്റ്റർമാരൊക്കെ ഇഷ്ടപ്പെടാത്ത ഒരു കാലഘട്ടം എൻ്റെ ജീവിതത്തിനകത്തുണ്ടായിരുന്നു. എന്നാൽ ചില കാര്യങ്ങൾ ഞാനിങ്ങനെ ഓർക്കുകയാണ്. എൻ്റെ ബാല്യകാലത്തിൽ ഏകദേശം 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ചില പ്രിയ ബന്ധുക്കളൊക്കെ എനിക്ക് മദ്യമൊക്കെ ഒഴിച്ച് തന്ന് എന്നെ കുടിപ്പിക്കാൻ പഠിപ്പിച്ചു. എന്നാൽ ചില മാസങ്ങളൊക്കെ ഇങ്ങനെ ആ ഒരു പ്രായത്തിൻ്റെ അനുഭവത്തിൽ ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ പിതാവ് തികഞ്ഞ ഒരു മദ്യപാനിയായിരുന്നു. എന്നാൽ എൻ്റെ അമ്മ പ്രാർത്ഥിക്കുന്ന ഒരു മാതാവായിരുന്നു. എൻ്റെ അമ്മയൊക്കെ കാഞ്ഞിരംകുളം അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിലെ സജീവ ഒരു കുടുംബത്തിലെ ഒരു മാതാവാണ് എൻ്റെ അമ്മയെന്ന് പറയുമ്പോൾ. വളരെ അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയാണ്. എന്നാൽ ഞങ്ങളുടെ ബാല്യകാലത്തൊക്കെ ഞങ്ങളുടെ അമ്മയോടൊപ്പം ചർച്ചിലൊക്കെ പോവുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന അനുഭവങ്ങൾ ഞങ്ങൾ ഓർക്കുന്നു. എന്നാൽ സ്കൂൾ വിദ്യാഭ്യാസം തുടങ്ങി മുൻപോട്ട് പോകുമ്പോൾ ഏകദേശം 10ാം ക്ലാസ്സിലെത്തുമ്പോൾ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഭയങ്കരമായ അടിമത്വത്തിലേക്ക് കടന്നു പോകാനിടയായി. ഞാൻ 10ാം ക്ലാസ് സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ ഒരു ദിവസം കൂട്ടുകാരുമായിട്ട് മദ്യപിച്ച് ഞങ്ങളുടെ ഈ കാഞ്ഞിരംകുളം എന്ന് പറയുന്ന ഒരു ജംഗ്ഷനാണ്. കാഞ്ഞിരംകുളം എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു സ്ഥലമാണ്. അപ്പോൾ ആ സ്ഥലത്ത് ഞങ്ങളുടെ സ്നേഹിതന്മാരെടുത്ത് എന്നെ ഒരു ഓടയിലെടുത്ത് കിടത്തി. ഈ ഓടയിൽ കിടന്ന് 10ാം ക്ലാസ് പഠിക്കുന്ന ഞാൻ എൻ്റെ വസ്ത്രം എല്ലാം ഒരു വല്ലാത്തൊരവസ്ഥയിലായി. ഷർട്ടൊക്കെ കൂട്ടുകാരും സ്നേഹിതൻ ഈ പിടിവലിയായപ്പോൾ അതിനെല്ലാം വലിച്ചീറി കളഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ആ ഓടയിൽ കിടക്കുമ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ വന്ന് എൻ്റെ ഈ ശരീരത്തെ ഈ ഒരു വൃത്തിഹീനമായ അവസ്ഥയിൽ കിടക്കുന്ന ഈ ശരീരത്തിൽ കിടക്കുന്ന എൻ്റെ ജ്യേഷ്ഠൻ എടുത്തുകൊണ്ട് വീട്ടിലോട്ട് കൊണ്ടുവന്നു. എന്നാൽ അന്ന് എൻ്റെ ജ്യേഷ്ഠനും എൻ്റെ കൂട്ടുകാരുമായിട്ടൊക്കെ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ആയി. എന്നാൽ അവിടെ നിന്ന് എന്നെ വീട്ടിലോട്ട് കൊണ്ടുവരുമ്പോൾ എൻ്റെ അമ്മ ഇത് കണ്ട് ഒത്തിരി വേദനിക്കുകയും കരയുകയും എന്ത് ചെയ്യണമെന്നറിയാതെ അവർ വല്ലാതെ ഭാരപ്പെട്ടു. എന്നാൽ ഞാൻ ഓരോ ദിവസവും കഴിയും തോറും മദ്യത്തിൽ നിന്നും മദ്യമാണ് എൻ്റെ ഏറ്റവും വലിയ ആശ്രയമായിട്ട് അങ്ങനെ മാറിപ്പോയി. ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധമില്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നൊരു കാലഘട്ടത്ത് 10ാം ക്ലാസ് കഴിഞ്ഞു. എനിക്ക് പഠിച്ച സ്കൂളിൽ അവർ അഡ്മിഷനും തന്നില്ല. എന്നാൽ പൂവാർ എന്ന് പറയുന്ന സ്കൂളിൽ എനിക്ക് അഡ്മിഷൻ അവർ തന്നു. ആ സ്കൂളിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ വെള്ളിയാഴ്ചയും ഞങ്ങൾ ക്ലാസ്സിൽ കയറത്തില്ല. ഞങ്ങൾ കുറച്ച് പേര് മദ്യപിക്കാൻ വേണ്ടി വെള്ളിയാഴ്ച ദിവസം ഞങ്ങളുടെ അവിടെ പേരിട്ടു, ലിക്കർ ഡേ എന്ന് പറഞ്ഞൊരു പേര് ഇട്ടു. ഞങ്ങളങ്ങനെ പൂവാർ കടപ്പുറത്തൊക്കെ പോയിരുന്ന് മദ്യപിക്കുകയും ക്ലാസ്സിൽ കയറാതെ അങ്ങനെ പല ആവർത്തിയായപ്പോൾ സ്കൂളിൽ നിന്നും ഞങ്ങളെ പുറത്താക്കി. അങ്ങനെ പ്ലസ് വണ്ണിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ജീവിതം മറ്റൊരു തലത്തിലോട്ട് പോയി. എന്ന് വെച്ചാൽ വിദ്യാഭ്യാസം ഇനി പഠിക്കണ്ട എന്നുള്ള താല്പര്യത്തിലോട്ട് വന്നു. സ്കൂളുകാരെന്നെ പഠിപ്പിക്കത്തില്ല എന്നുള്ള ഒരു നിർദ്ദേശത്തോടെ വന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടികളൊക്കെ അവിടെ പോയി സംസാരിച്ചുവെങ്കിലും ആ സ്കൂളുകാർക്ക് ഞങ്ങളെ തുടർന്ന് പഠിപ്പിക്കാനുള്ള താല്പര്യം അവർ പ്രകടമാക്കിയില്ല. എന്നാൽ അന്ന് ഞങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും ഞങ്ങൾ ലിക്കർ ഡേ ആയിട്ട് ആഘോഷിച്ചെങ്കിൽ പക്ഷെ ഇപ്പോൾ എൻ്റെ ജീവിതത്തിനകത്ത് എല്ലാ വെള്ളിയാഴ്ചയും ഒരു ഫാസ്റ്റിംഗ് ഡേ ആയിട്ട് ഉപവാസത്തോടും പ്രാർത്ഥനയോടും ഒക്കെ ആയിരിക്കുന്ന ഒരു ദിവസമായിട്ട് ദൈവം മാറ്റി. എന്നാൽ അങ്ങനെ ചില ദിവസങ്ങൾ മുന്നോട്ട് പോകുന്ന ഈ കാലഘട്ടത്തിൽ ഞാൻ
ഈ ലഹരി വസ്തുക്കൾ അധികമായി ഉപയോഗിച്ചു. എൻ്റെ ഈ ഭാഗത്ത് സാധാരണ ലഹരി ഉപയോഗിക്കുന്നവർ ഒരിടത്തോ രണ്ടിടത്തോ ഒക്കെ വയ്ക്കത്തുള്ളൂ. ഞാൻ 6 ഈ ശംഭു എന്ന് പറയുന്ന ലഹരി വസ്തു, അതുപോലെ പാൻ മസാലകൾ അധികമായി ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ ഈ ഭാഗത്തും ഈ സെൻട്രൽ ഭാഗത്തും ഹോളുകൾ വീണു. ഇവിടുന്ന് ഒരു വിരലിങ്ങനെ ഇട്ടാൽ മേലോട്ട് കയറിപ്പോവും, ഈ വിരലിങ്ങനെ ഇട്ടാൽ ഇങ്ങനെ കയറിപ്പോവും. അങ്ങനെ ഇവിടെയും 6 എനിക്ക് ഹോളുകൾ വീണു. നാവിൻ്റെ സ്ഫുടതകൾ നഷ്ടപ്പെട്ടു. ഈ ഭാഗത്തുള്ള നാവിനെയും നമ്മുടെ ഈ ചുണ്ടിനെയും ഒക്കെ ബന്ധിക്കുന്ന ഈ ഭാഗത്തുള്ള ഈ ഭാഗമൊക്കെ ദ്രവിച്ചു. ഇതിനകത്ത് വായ്ക്കകത്തെല്ലാം കറുത്ത വ്രണങ്ങൾ പിടിച്ചു. എൻ്റെ സ്നേഹിതന്മാർ പറഞ്ഞു, ഇനി നീ ഇത് ഉപയോഗിച്ചാൽ നിനക്ക് ക്യാൻസർ വരും. അങ്ങനെ ഞാൻ ഈ വ്രണം ഈ കീഴ്ത്തകൾ ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് പിന്നെ എനിക്ക് ആഹാരത്തിൻ്റെ രുചിയെല്ലാം നഷ്ടപ്പെട്ടു. ഇതില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലേക്ക് വന്നു. ഞാൻ അവസാനം എനിക്ക് ഈ പാൻ മസാലകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒന്നും ആകാത്ത ഒരു ലെവലിലോട്ട് വന്നു. അങ്ങനെ ഞാൻ കുരുമുളക്, പേപ്പർ കഷ്ണങ്ങൾ, കപ്പലണ്ടി, മുട്ട, അതിൻ്റെ വായിൽ ഞാൻ കഴിക്കുന്ന ആഹാര സാധനങ്ങൾ തിരുമ്മി ഇവിടെ ഒരു വെയിറ്റ് വയ്ക്കുന്നത് പോലെ ഈ ഹോളുകളിലെടുത്ത് വയ്ക്കും. എനിക്ക് അവിടെ ഒരു വെയിറ്റ് എന്തെങ്കിലും ഇല്ലെങ്കിൽ ആ വായ്ക്കകത്ത് എന്തോ പോലെ തോന്നുന്നൊരു അനുഭവമായി. അങ്ങനെ വെയിറ്റുകൾ വയ്ക്കാൻ തുടങ്ങി. കുരുമുളക്, പേപ്പർ കഷ്ണങ്ങൾ ചുരുട്ടി ആ ഹോളിനകത്ത് വയ്ക്കും. അങ്ങനെ ജീവിതത്തോട് തന്നെ വെറുത്ത അനുഭവത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഇനി എനിക്ക് ജീവിക്കണ്ട എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിനകത്ത് വന്നു. എന്നാൽ എൻ്റെ വീടിനകത്ത് ഞാൻ കയറുമ്പോൾ എനിക്ക് സമാധാനമില്ല. ഞാൻ വീടിനകത്ത് കയറുമ്പോൾ ഉപദ്രവകാരിയായിട്ട് മാറുന്നു. പാത്രങ്ങൾ തല്ലിപ്പൊട്ടിക്കുന്നു, അമ്മയെ ഉപദ്രവിക്കുന്നു, അമ്മയെ ചെരുപ്പെടുത്തെറിയുന്നു, അമ്മ ബോധം കെട്ട് വീഴുന്നു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. എല്ലാവർക്കും ആർക്കും വേണ്ടാത്തവനെ പോലെ, ഒരു പ്രാകൃത മനുഷ്യനെ പോലെ ആയി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവിടുത്തെ ചില രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളൊക്കെ വരുമ്പോൾ അവർക്ക് വേണ്ടി കൊടി പിടിക്കാനും അവരോടൊപ്പം മുമ്പിൽ നിൽക്കുവാനും, അങ്ങനെ ഒരു അറിയപ്പെട്ട ഒരു നേതാവ് ഇവിടെ വന്നപ്പോൾ ഞാൻ അവരെ സ്വീകരിക്കാൻ വേണ്ടി ആനപ്പുറത്തൊക്കെ കയറി. അങ്ങനെ ഒരു വല്ലാത്തൊരു ലെവൽ കാഞ്ഞിരംകുളം ജംഗ്ഷനിൽ ഉത്സവങ്ങൾ വരുമ്പോൾ അവിടുത്തെ ആചാരങ്ങൾക്കൊപ്പം അനുഷ്ഠാനങ്ങൾക്കൊപ്പം അവിടെ ഒരു ജംഗ്ഷനിൽ ഒരു സ്തൂപമൊക്കെ ഉണ്ട്. ഈ സ്തൂപത്തിൻ്റെ മേളിൽ കയറി ഉടുപ്പൊക്കെ ഊരി ഒരു ഭ്രാന്തൻ്റെ കൂട്ട് നൃത്തം ചെയ്യുകയും, ഞാൻ ഇന്ന് ഓർക്കുന്നു, ഒരു ദിവസം മദ്യപിച്ചിട്ട് പഴയകട എന്ന് പറയുന്ന ഒരു സ്ഥലം തൊട്ട് ഏതാണ്ട് ഒരു 3 കിലോമീറ്ററോളം കാഞ്ഞിരംകുളത്ത് ഏതാണ്ട് 3.5 കിലോമീറ്ററോളം ഞാൻ ഉടുത്തിരുന്ന മുണ്ട് എടുത്ത് തലയിൽ കെട്ടി ഒരു ഭ്രാന്തൻ്റെ കൂട്ട്, വസ്ത്രമില്ലാത്തവൻ്റെ, ഒരു സുബോധമില്ലാത്തവൻ്റെ കൂട്ട്, ഒരു ചെറുപ്പക്കാരനായ ഒരു യുവാവ് ആ ഒരു വൃത്തിഹീനമായ അനുഭവത്തിൽ ഞാൻ ഈ കാഞ്ഞിരംകുളത്തൂടെ സൈക്കിൾ ഓട്ടി വന്നു. എൻ്റെ സ്നേഹിതന്മാരെല്ലാം പറയണം, നിനക്ക് വട്ടാണ്, നിന്നെ ഏതെങ്കിലും മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, നീ ഇങ്ങനെയൊക്കെ ആയാൽ ശരിയാകത്തില്ലല്ലോ, റോഡുകളിൽ കയറി കിടക്കുക. ഒരു വല്ലാത്തൊരു അനുഭവത്തിലേക്ക് എൻ്റെ ജീവിതം മാറ്റപ്പെട്ടു. ആർക്കും എന്നെ രക്ഷിക്കാൻ കഴിയാത്ത മേഖലയിൽ എൻ്റെ മാതാവ് ഒത്തിരി പ്രാർത്ഥിച്ചു, പലരും എന്നെ ഉപദേശിച്ചു, പല സ്നേഹിതരും എന്നെ ഉപദേശിച്ചു, പലരും പറഞ്ഞു ഏതെങ്കിലും പള്ളികളിൽ എവിടെയെങ്കിലും പോയി പ്രാർത്ഥിക്കുക എന്നൊക്കെ പലരും എന്നോട് നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. പലരും എന്നെ ഉപദേശിച്ചു, പലർക്കും എന്നോട് സ്നേഹമാണ്, എന്നാൽ പലർക്കും എന്നോട് വിദ്വേഷമാണ്. അങ്ങനെ നടക്കുന്ന സമയത്ത് ടൈൽസിൻ്റെ പണിക്ക് പോകാൻ തുടങ്ങി. ടൈൽസിൻ്റെ പണിക്ക് പോകുന്നു, വൈകുന്നേരം ആകുമ്പം കുടിക്കുന്നു, വല്ലാത്തൊരു മേഖലയിലോട്ട് പോയി. അത് കഴിഞ്ഞ് കാഞ്ഞിരംകുളത്ത് ടെമ്പോ ട്രക്കർ സ്റ്റാൻഡിൽ ഒരു ക്ലീനറായിട്ട് ഇവിടെ നിന്ന് ബാലരാപുരം എന്ന സ്ഥലത്ത് ടിക്കറ്റ് അടിക്കാൻ വേണ്ടി ബാലരാടെന്ന് വിളിക്കുന്നു. തിരിച്ച് കാഞ്ഞിരംകുളത്ത് അവരെ ആൾക്കാരെ കയറ്റിക്കൊണ്ട് വരുന്നു. അത് കഴിഞ്ഞ് ഒരു ലോറിയിൽ ക്ലീനറായിട്ട് പോകുന്നു. ലോറിയിൽ ക്ലീനറായിട്ട് പോകുമ്പോൾ എറണാകുളത്തൊക്കെ പോയിട്ട് ഞങ്ങൾ മദ്യം കൊണ്ടുപോകുന്ന വണ്ടിയിൽ ഞങ്ങളിങ്ങനെ കൊണ്ടുപോകും. അതിനകത്തുനിന്ന് മദ്യമൊക്കെ എടുത്ത് ബോണറ്റിൻ്റെ പുറത്ത് വെച്ച് അടിച്ചു പൊട്ടിച്ചിട്ട് കുപ്പിച്ചില്ലോടെ അതിനെ വേറൊരു ബക്കറ്റിനകത്തെടുത്ത് ആ ബക്കറ്റിൽ നിന്നും ഞങ്ങളെടുത്ത് വേറൊരു പാത്രത്തിലോട്ടാക്കി. പിന്നെ അവിടെ നിന്ന് ആ ചാരായം, ആ ബ്രാൻഡിയൊക്കെ കുടിച്ച് ഒരു വല്ലാത്തൊരു അനുഭവത്തിലോട്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ട്. എന്നാൽ എനിക്ക് ഇതെല്ലാം ചെയ്തെങ്കിലും എൻ്റെ മനസ്സിനകത്ത് എനിക്ക് നിന്നൊക്കെ മാറ്റം ആവശ്യമാണ്. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ദൈവം എനിക്കൊന്ന് ഒരു ജീവിതം വേണം. ഇതിനിടയ്ക്ക് ഒരു തത്തക്കാരൻ, കൈ നോക്കുന്ന ഒരു മനുഷ്യൻ എൻ്റെ അടുക്കൽ വന്നു. പുള്ളി പറഞ്ഞു, നിനക്ക്
എൻ്റെ കൈ നോക്കി. പുള്ളി തത്തയെ കൊണ്ട് എൻ്റെ കൈ നോക്കി. ഈ കൈ നോക്കിയിട്ട് പുള്ളി പറഞ്ഞു, നിനക്ക് 22 വയസ്സ് വരെ ആയുസുള്ളൂ, ഇത് കഴിഞ്ഞാൽ നിന്നെക്കുറിച്ചൊന്നും തെളിയുന്നില്ല എന്ന് ആ മനുഷ്യൻ പറയാനിടയായി. ഞാൻ പറഞ്ഞു, പിന്നെ ഒന്നുകൂടി ആ തത്തയെ കൊണ്ട് ഞാൻ നോക്കിപ്പിച്ചു. അപ്പോൾ അതേ ചീട്ട് തന്നെ പുള്ളി എടുത്തിട്ട് പറഞ്ഞു, അത് തന്നെയാണ് പിന്നെയും ആവർത്തിക്കുന്നത്, 22 വയസ്സ് വരെ നിനക്ക് ആയുഷ് തെളിയുന്നല്ലോ, അതിനുശേഷം ഒന്നും തെളിയുന്നില്ല. എന്നാൽ പുള്ളി അങ്ങനെ പോയി. അതിനുശേഷം ഈ ചിന്തയും കൂടി വന്നപ്പോൾ എനിക്ക് പിന്നെ മരിക്കണമെന്നുള്ള ചിന്തയായി. അപ്പോൾ ഒരു ഭാഗത്തിൻ്റെ വായ്ക്കകത്തിൻ്റെ വായുടെ സ്ഫുടതയെല്ലാം നഷ്ടപ്പെട്ടു. ഏതാണ്ട് ആറോളം പല്ലുകൾ എനിക്ക് നഷ്ടപ്പെട്ടു. ഇപ്പോൾ എനിക്ക് ചില പല്ലുകളൊക്കെ നഷ്ടമായ അനുഭവത്തിലാണ്. എന്നാൽ അവിടെ നിന്ന് എനിക്ക് ജീവിക്കണമെന്നുള്ള ആഗ്രഹമൊക്കെ വന്നെങ്കിൽ ഈ തത്തക്കാരൻ്റെ വാക്കുകൂടെ കേട്ടപ്പോൾ പിന്നെ ആകെ ഒരു സമാധാനമില്ലാത്ത അനുഭവത്തിലോട്ട് പോയി. അങ്ങനെ ഞാൻ എന്ത് ചെയ്യാം, മരിക്കണമെന്നുള്ള ചിന്ത എൻ്റെ മനസ്സിനകത്ത് വന്നു. അങ്ങനെ ഞാൻ വീട്ടിലിരുന്നിട്ട് ഒരു ബ്ലൈഡ് എടുത്തു, എൻ്റെ ഒരു കൈയുടെ വെയിൻ കട്ട് ചെയ്തു. ഇത് കുറേ ബ്ലഡൊക്കെ ഇങ്ങനെ ഒഴുകി പോകുന്നു. എൻ്റെ ജ്യേഷ്ഠൻ ഇത് കണ്ടു. ജ്യേഷ്ഠൻ വന്ന് എനിക്കൊരു ചെറിയ തല്ലൊക്കെ തന്നിട്ട് എന്നെ കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, കൈയൊക്കെ കുത്തിക്കെട്ടി കൊണ്ടുവന്നു. ചില ദിവസങ്ങൾ കഴിഞ്ഞു. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് എനിക്ക് രക്ഷപ്പെടാൻ കഴിയാത്തതിനും അപ്പുറത്തേക്ക് ഞാൻ അങ്ങ് പോയി. അടുത്ത കൈയിലും അതുപോലെ ഒരു കുളത്തിൻ്റെ കരയിൽ പോയിരുന്നിട്ട് ഞാൻ ആ ഒരു ബ്ലൈഡ് കൊണ്ട് കൈയറുത്തു. അവിടെയും കുറേ കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു സ്നേഹിതൻ വന്നു എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അങ്ങനെ 2-3 പ്രാവശ്യത്തോളം ഇത് ആവർത്തിച്ചു. എൻ്റെ കൈകൾ കാണുമ്പോൾ ആ ഒരു പാട് കാണുവാൻ കഴിയും. എന്നാൽ അവിടെ എല്ലാം എൻ്റെ മാതാവ് ഇതെല്ലാം കാണുമ്പോൾ എൻ്റെ മാതാവ് വളരെ ദുഃഖിക്കുന്നു, കരയുന്നു, വ്യസനിക്കുന്നു. എന്ത് ചെയ്യണമെന്ന് അവർക്കറിയത്തില്ല. അപ്പോൾ തന്നെ എൻ്റെ പിതാവ് തികഞ്ഞൊരു മദ്യപാനി. ഞങ്ങൾ ഈ കുടുംബത്തിനകത്ത് ഞങ്ങളെ വീടിൻ്റെ കുടുംബ പശ്ചാത്തലം തന്നെ ഒരു മദ്യപ കുടുംബമാണ്. ഓരോർക്കും ഓരോ പശ്ചാത്തലമുണ്ട്. പക്ഷെ ഞങ്ങളുടെ കുടുംബം മുഴുവൻ ഒരു മദ്യപാനത്തിൻ്റെ ഒരു കെട്ടിനകത്ത് കുടുങ്ങിപ്പോയ ഒരു സാഹചര്യം. എന്നാൽ അതിന് നടുവിലും ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയാത്തതിനും അപ്പുറത്തേക്ക് ഞാനിങ്ങനെ പോകുമ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവം ഉണ്ടെങ്കിൽ ദൈവം എന്നോട് സംസാരിക്കണേ, ദൈവം എന്നെ രക്ഷപ്പെടുത്തണേ എന്നൊക്കെ വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. ഒരു ദിവസം കടലിൽ പോയി തിരമാലകളിലേക്ക് നടന്ന് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തിരമാലകളിലേക്ക് ഇറങ്ങിപ്പോയി, കടലിൽ ചാടാൻ വേണ്ടി പോയി. എന്നാൽ തിരമാലകൾ എന്നെ തിരയിൽ പെട്ട് ഞാനിങ്ങനെ കരയിലോട്ട് കൊണ്ടുവന്ന് എൻ്റെ കൈയുടെ ഷോൾഡറൊക്കെ മാറി അങ്ങനെ കരയിൽ കൊണ്ടുവന്നു. പക്ഷെ മരണത്തിനും എന്നെ ഏൽപ്പിക്കാത്ത അനുഭവം. ഇങ്ങനെ ഞാൻ വളരെ മൃഗീയമായ അവസ്ഥയിൽ കൂടി പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിച്ചുകൊണ്ട് ലോക മനുഷ്യനാണോ അതിനേക്കാൾ മോശമായിട്ട് ഞാനിങ്ങനെ പോകുന്ന ഒരു സാഹചര്യത്തിൽ 2008 ജനുവരി മാസം പുനലൂരിൽ ഞാൻ ടൈൽസിൻ്റെ വർക്കിനോടുള്ള ബന്ധത്തിൽ കടന്നുപോയി. എന്നാൽ അവിടെ കടന്നുപോയപ്പോൾ രാവിലെ ഞങ്ങൾ പണിക്ക് പോകുന്നു, രാത്രിയാകുമ്പോൾ ഞങ്ങൾ മദ്യപിക്കുന്നു. എന്നെ എടുത്തുകൊണ്ടാണ് അവിടുത്തെ ബാറുകളിൽ നിന്ന് എടുത്തുകൊണ്ട് ഞാൻ പണി സൈറ്റിൽ എന്നെ കൊണ്ടുവിടുന്നത്. എന്നാൽ 2008 ജനുവരി ഫസ്റ്റ് സമയങ്ങളിലൊക്കെ ഞാൻ പുനലൂരിൽ ടൈലിൻ്റെ പണിയോടുള്ള ബന്ധത്തിലായിരുന്നു. എന്നാൽ ഞാൻ അത് കഴിഞ്ഞ് 2008 അതിൻ്റെ ജനുവരി അവസാന സമയങ്ങളിലൊക്കെ എനിക്കൊരു ചിക്കൻ ബോക്സ് പിടിപെട്ടു. അങ്ങനെ ഞാനിവിടെ കിടക്കുമ്പോൾ എൻ്റെ അമ്മ പോകുന്ന ചർച്ചിലെ പാസ്റ്ററും അവിടുത്തെ 1-2 ആൾക്കാരും കൂടി എന്നെ തേടി വന്നു. പലപ്പോഴും എന്നെ കണ്ടു കിട്ടാറില്ല. നേരത്തെ ഞാൻ പാസ്റ്റർമാരെ വീട്ടിൽ വരുമ്പോൾ ഞാൻ പുറത്ത് ചാടി ഞാൻ പോവും. കാരണം ഞാൻ പറഞ്ഞു ഇവരൊക്കെ വയറ്റുപാടിന് വേണ്ടി ജീവിക്കുന്നവരാണ്, ഇതൊക്കെ വെറുതെ നടക്കുന്നവരാണെന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഈ പ്രാർത്ഥനക്കാരൊന്നും ഇഷ്ടപ്പെടാത്ത എൻ്റേതായ ലോകത്തിൽ ജീവിച്ച ഒരു കാലഘട്ടമായിരുന്നാൽ അന്ന് ആ ദൈവദാസൻ ഞങ്ങളെ വീട്ടിൽ കടന്നു വന്നു. എന്നോട് ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ചർച്ചിൽ വരണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ കയ്യിലൊരു നൂലും കഴുത്തിൽ കൂടെ ഒരു നൂലും ഒക്കെ കെട്ടി ഇങ്ങനെ കിടക്കുന്ന അവസ്ഥയായിരുന്നു. എന്നാൽ ആ പാസ്റ്റർ വന്ന് എൻ്റെ കയ്യിൽ കിടന്ന നൂലും കഴുത്തിൽ കിടന്ന നൂലും ഒക്കെ പൊട്ടിച്ചു. മോനെ, നിനക്കിത് ശരിയാകത്തില്ല എന്ന് പറഞ്ഞ് എന്നെ ഒത്തിരി ഉപദേശിച്ചു. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് എനിക്ക് രക്ഷപ്പെടണം, എനിക്ക് ജീവിക്കണം, എനിക്ക് നന്നായിട്ട് വരണം. പക്ഷെ അതിനൊന്നും കഴിയാത്തൊരു സാഹചര്യത്തിൽ ഞാനിങ്ങനെ മുന്നോട്ട് പോകുന്നത് ഞാൻ ഓർക്കുന്നു. പക്ഷേ അവിടെ എല്ലാം വലിയ പരാജയങ്ങളിൽ ഞാൻ ജോലിക്ക് പോകുന്നു, എനിക്ക് രക്ഷപ്പെടാൻ കഴിയുന്നില്ല. പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുവെങ്കിലും മദ്യത്തിൽ നിന്നും ഈ മയക്കുമരുന്നിൽ നിന്നും എനിക്ക് പുറത്തു വരാൻ കഴിയാത്ത അത്രത്തോളം പാപത്തിലേക്ക് ലോകത്തിലേക്ക് ഞാൻ കടന്നുപോയി. പക്ഷേ ഈ ദൈവദാസന്മാർ വന്നു പറഞ്ഞു, ഞാൻ അടുത്ത ഫെബ്രുവരി 5, 6, 7 തീയതി 2008 ഫെബ്രുവരി
5, 6, 7 തീയതികളിൽ ഞങ്ങളുടെ അമ്മ പോകുന്ന മാതൃസഭയായ കാഞ്ഞിരംകുളം AG ചർച്ചിൽ വെച്ച് ഒരു ഫാസ്റ്റിംഗ് പ്രയർ നടക്കുകയാണ്. ഞാൻ ഈ ജോലിക്ക് പോയിട്ട് വർക്കിന് പോയിട്ട് വന്നിട്ട് വൈകുന്നേരം എൻ്റെ അമ്മയോട് പോലും പറയാതെ ഞാൻ ഈ ചർച്ചിൽ ഒരു മീറ്റിംഗ് കൂടാൻ വേണ്ടി ഞാൻ പോവുകയാണ്, അവിടെ പോവുകയാണ്. ചില നാളുകൾക്ക് ശേഷം ഞാൻ അവിടെ കടന്നു പോവുകയാണ്. എന്നാൽ അന്ന് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ റെജി നാരായണനാണ് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്നത്. അന്ന് കർത്താവിൻ്റെ ദാസൻ റെജി നാരായണനാണ് ശുശ്രൂഷിച്ചുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ ആ രാത്രിയിൽ ഏതാണ്ട് 8:50 സമയങ്ങളിൽ ഫെബ്രുവരി 5-ാം തീയതി ഏതാണ്ട് 8:50, 9 മണിയോളം അടുപ്പിച്ചായി. ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കും, ദൈവം എന്നൊരാളുണ്ടെങ്കിൽ എന്നോട് സംസാരിക്കണേ, ദൈവം എന്നോട് ഇടപെടണേ എന്ന് ആത്മാർത്ഥമായി ഞാൻ ഉള്ളം കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഈ ദൈവദാസൻ്റെ മെസ്സേജൊക്കെ കേട്ടു. ഞാൻ എൻ്റെ അമ്മയോടും എൻ്റെ വീട്ടിലുള്ളവരോടും ഒക്കെ ചെയ്ത പ്രവൃത്തികളും എൻ്റെ വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടല്ലോ, എൻ്റെ ഭാവി നഷ്ടപ്പെട്ടല്ലോ എന്നൊക്കെ ഓർത്ത് ഞാൻ വളരെ വ്യസനത്തോടും വളരെ ഭാരത്തിൽ എനിക്കിനി കയറി വരാൻ പറ്റത്തില്ല, ഇനി മരണം മാത്രമേ എൻ്റെ മുമ്പിലുള്ളൂ എന്നൊക്കെ ഞാൻ ചിന്തിച്ചുകൊണ്ട് ഞാൻ നിൽക്കുകയാണ്. പക്ഷേ ആ രാത്രിയിൽ ദൈവദാസൻ പ്രാർത്ഥിക്കുന്നവരുടെ കൂട്ടത്തിൽ എനിക്ക് വേണ്ടിയും വന്ന് പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥിച്ചിട്ട് ദൈവദാസൻ അങ്ങോട്ട് മാറുന്നു. ഒരു വെള്ള തൂവാല എൻ്റെ മേൽ വരുന്നത് ഞാൻ കണ്ടു. ഒരു കരം, ഞാൻ ഇങ്ങനെ ഈ കൈ ഇങ്ങനെ വെച്ചുകൊണ്ട് നിൽക്കുന്നു. ഈ ഒരു കരം എൻ്റെ ഈ ഭാഗത്തൂടെ വന്ന് എന്നെ ഇങ്ങനെ ഉയർത്തി പിടിക്കുന്നത് പോലെ എനിക്ക് തോന്നി. എനിക്ക് ഫീൽ ചെയ്തു, എൻ്റെ ശരീരത്തിനകത്ത് എന്തോ ഒരു മാറ്റം തോന്നുന്ന പോലെ തോന്നി. എന്നാൽ അതുകൊണ്ട് 1 മണിക്കൂറോളം ഞാൻ എവിടെയാണെന്ന് എനിക്ക് അറിയത്തില്ല. കുറേ കാടും മേടും ഒറ്റപ്പെട്ട അനുഭവങ്ങളിൽ കൂടിയൊക്കെ എന്നെ കൊണ്ടുപോകുന്നു. എന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ടൊരു വഴി ഞാനിങ്ങനെ അകക്കണ്ണുകൾ കൊണ്ട് കാണുകയാണ്. അപ്പോൾ അന്ന് പരിശുദ്ധാത്മാവാണ് എനിക്ക് കാണിച്ചു തരുന്നത്, എനിക്കൊന്നും അറിയത്തില്ല. പക്ഷെ എന്തോ ഞാനിങ്ങനെ കണ്ണടച്ച് നിൽക്കുന്നു, എനിക്ക് എവിടെയാണെന്ന് അറിയത്തില്ല. ഞാൻ എവിടെയൊക്കെ സ്ഥലങ്ങളിൽ കൂടി സഞ്ചരിക്കുന്നു. എന്നോട് ആരോ പറയുന്നു, നിന്നെ ഞാൻ ഒറ്റപ്പെടുത്താൻ വേണ്ടി പോവുകയാണ്. പക്ഷേ ഞാനിങ്ങനെ ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ, 1 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ പുൽപ്പുറ്റിൻ്റെ ചർച്ചിൻ്റെ, ഞങ്ങളുടെ ചർച്ചിച്ച് വലിയ ചർച്ചാണ്, ആ ചർച്ചിൻ്റെ ഏറ്റവും പുറകിലായിട്ട് സ്ട്രെയിറ്റായിട്ട് പുൽപ്പുറ്റിലോട്ട് പോകുന്ന ദൈവദാസന്മാരിരിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്ന ഒരു സ്ട്രെയിറ്റായിട്ടൊരു വഴിയിലേക്ക് ആ എൻഡിലാണ് ഞാൻ നിൽക്കുന്നത്. എനിക്കറിയത്തില്ല, മറ്റുള്ളവരൊക്കെ എന്നെ വീക്ഷിക്കുന്നു, നോക്കുന്നു. ഞാൻ ആകെ ഒരു വല്ലാത്തൊരു സ്റ്റേജിലായി. ഞാനന്നിട്ട് ഓടി ഈ ദൈവദാസൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നു. അപ്പോൾ ഈ ദൈവദാസൻ പറഞ്ഞു, മോനെ, നിനക്ക് വേണ്ടിയാണ് ഇത്രയും സമയം ഈ ആരാധന നീണ്ടുപോയത്, ദൈവം നിന്നെ സ്നേഹിക്കുന്നു. അന്ന് രാത്രിയിൽ എൻ്റെ ജീവിതത്തിനകത്തൊരു മാറ്റം ഉണ്ടാകാൻ തുടങ്ങി. എൻ്റെ ജീവിതത്തിനകത്ത് ഒരു മാറ്റം ഉണ്ടാകാൻ തുടങ്ങി. ഞാൻ അന്ന് ആ ദൈവദാസൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ വൈകുന്നേരം വീട്ടിൽ വന്നു. എൻ്റെ അമ്മയൊന്നും അറിയുന്നില്ല. എന്നാൽ പിറ്റേ ദിവസം ഞാൻ വീണ്ടും വർക്കിന് പോകുന്നു. പിന്നെയും ഞാൻ അന്ന് രാത്രി ചർച്ചിൽ പോകുന്നു. പിറ്റേന്ന് രാവിലെ ഞാൻ ഞായറാഴ്ച ചർച്ചിൽ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ എൻ്റെ അമ്മയ്ക്ക് മനസ്സിലായി എന്തോ ഒരു മാറ്റം ഇവന് സംഭവിച്ചു. അന്ന് ഞാൻ ചർച്ചിൽ പോകുന്നു. ചർച്ചിലെ പാസ്റ്റർ പറഞ്ഞു, രതീഷ് ചില കാര്യങ്ങളൊക്കെ പ്രാപിച്ചു, അതിനെക്കുറിച്ച് ചില 1-2 വാക്കുകൾ സാക്ഷ്യം പറയാൻ എനിക്ക് അവസരം തന്നു. ഞാൻ ആ സാക്ഷ്യം പറയുമ്പോൾ എൻ്റെ അമ്മ അവിടെ നിന്ന് കരയുന്നത് കണ്ടു. എൻ്റെ പപ്പയുടെ അമ്മ ഇരുന്ന് കരയുന്നത് കണ്ടു. എന്നാൽ ഞാൻ അവിടെ എൻ്റെ അമ്മയോടൊക്കെ ക്ഷമ ചോദിച്ചു. ആ സമയത്ത് എൻ്റെ ജീവിതത്തിനകത്ത് എന്തോന്നറിയാത്തൊരു സമാധാനം എനിക്ക് അന്നു മുതൽ കിട്ടാൻ തുടങ്ങി. ആ 2008 ജനുവരി മാസം ഒരു മുഴുക്കുടിയനായിട്ട് അലവെല്ലാം കവിളെല്ലാം വീർത്ത് ഒരു വ്രണങ്ങൾ പിടിച്ച് ഒരു വല്ലാത്ത സ്റ്റേജിൽ മരണം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന എന്നെ ആ ദൈവം ഇറങ്ങി വന്ന് എൻ്റെ കരം പിടിച്ചത് ഞാൻ ഓർക്കുകയാണ്. അന്ന് പിടിച്ച കരം ഇപ്പോഴും ഈ അനുഭവങ്ങൾ ഷെയർ ചെയ്യുമ്പോഴും എന്നെ പിടിച്ചിരിക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം പറയുകയാണ്. അന്നു മുതൽ എൻ്റെ ജീവിതത്തിനകത്ത് വഴിത്തിരിവുണ്ടായി. ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, എന്നോട് ആരും ഒരു പാസ്സാകണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, എനിക്ക് ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോകണം. അങ്ങനെ എൻ്റെ അമ്മയോട് പറഞ്ഞു, ദൈവദാസന്മാരോട് പറഞ്ഞു, ഇതിൽ ഞാൻ ബൈബിൾ കോളേജിൽ പോയി പഠിക്കുവാനുള്ള അവസരം ദൈവം എനിക്ക് തന്നു. പഠിച്ചു. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നു. എനിക്ക് ദൈവം സഭ തന്നു, ശുശ്രൂഷകൾ തന്നു, കുടുംബം തന്നു, 2 കുഞ്ഞുങ്ങളെ ദൈവം നൽകി. എന്നാൽ ഞാൻ പറയട്ടെ, അതിൻ്റെ ഒരു ഭാഗം എൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നിൽക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് നോക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബാന്തരീക്ഷത്തിലേക്ക് ചെല്ലുമ്പോൾ എൻ്റെ പിതാവ് തകർന്ന അവസ്ഥയിലോട്ട് പോകുന്നു. ഞങ്ങളിവിടെ വ്യാഴാഴ്ച തോറും ഞങ്ങളെ വീട്ടിൽ പ്രാർത്ഥന നടത്തും. പ്രാർത്ഥന കഴിയുമ്പോൾ എൻ്റെ പിതാവ് തികഞ്ഞ മദ്യപാനിയായി ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നു, എൻ്റെ അമ്മയെ തല്ലുന്നു. ഒരു അരമണിക്കൂർ താമസിച്ചിട്ട് അമ്മ വന്നതിന് അമ്മയുടെ ഏതാണ്ട് 20ഓളം സാരിയെ എൻ്റെ പിതാവ് ഈ വീടിൻ്റെ മുറ്റത്തിട്ട്
എടുത്ത് കത്തിച്ചു. ഞാനൊരു ആരാധന കഴിഞ്ഞിറങ്ങിയപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, മക്കളെ പപ്പ ഇങ്ങനെ എൻ്റെ സാരികളെല്ലാം വാരി കത്തിച്ചു. ഞാൻ പറഞ്ഞു, സാരമില്ല അമ്മ, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ ഭാരപ്പെടണ്ട, ദൈവം പപ്പയ്ക്കിത് അറിയത്തില്ലല്ലോ, നമുക്ക് ക്ഷമിക്കാം. അങ്ങനെ അമ്മയെ ആശ്വസിപ്പിച്ചു. ഒരു ദിവസം അമ്മ താമസിച്ച് വന്നതിന് ശബ്ദമൊന്നുകൂടാതെ ശോഭിതനായി പപ്പ നേരെ ചർച്ചിൽ പോയി. ചർച്ചിൽ അവിടുത്തെ പാസ്റ്റർ തല്ലാൻ വേണ്ടി പോയി. അപ്പോൾ അവിടുത്തെ വിശ്വാസികൾ പറഞ്ഞു, ഇതാ രതീഷിൻ്റെ പപ്പ വന്നു എന്നൊക്കെ പറയാനിടയായി. എന്നാൽ അവിടെ നിന്നെല്ലാം ഞങ്ങളിങ്ങനെ വളരെ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ ചർച്ചയിൽ പോകുന്നു. ആ സമയത്ത് ഞങ്ങൾക്കൊരു മാറ്റമൊക്കെ ഇങ്ങനെ ദൈവം തരുന്നു. പക്ഷെ പിതാവിനെ ഓർത്തൊക്കെ ഞങ്ങളിങ്ങനെ ഭാരപ്പെട്ടു. എന്നാൽ ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു 5 വർഷത്തോളമായി എൻ്റെ മാതാവ് പ്രത്യേകിച്ച് പെട്ടെന്ന് ഒരു രോഗത്താൽ കർത്തൃസന്നയിൽ ചേർക്കപ്പെടാനിടയായി. എന്നാൽ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വളരെ സമാധാനമില്ലാത്ത അനുഭവം. ഇവിടുത്തെ ചില ആൾക്കാരൊക്കെ പറഞ്ഞു, ആദ്യം അവൻ്റെ അപ്പനെ മാനസാന്തരപ്പെടുത്തട്ടെ, ആദ്യം അവൻ്റെ അപ്പനെ രക്ഷിക്കട്ടെ, പിന്നെ സുവിശേഷവുമായിട്ട് ഇറങ്ങട്ടെ. ഞങ്ങൾ എൻ്റെ പിതാവിന് വേണ്ടി ഞങ്ങൾ വളരെ പ്രാർത്ഥിച്ചു. ഞാനൊരു കൺവെൻഷൻ വെച്ചപ്പോൾ മദ്യപിച്ച് എൻ്റെ പിതാവ് ഒരു സ്റ്റേജിലോട്ട് കയറിപ്പോയിട്ട് അന്ന് മുഖ്യ പ്രഭാഷകനായിരുന്ന കർത്താവിൻ്റെ ദാസൻ എൻ്റെ പപ്പയുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാനിടയായി. ആ പ്രാർത്ഥനയെല്ലാം നിരന്തരമായി ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ കൊറോണയുടെ ഫസ്റ്റ് സമയങ്ങളിൽ എൻ്റെ പിതാവ് ഒരു ദിവസം ഇങ്ങനെ യാത്ര ചെയ്ത് റോഡിലോട്ട് പോകുമ്പോൾ ഒരു പട്ടി കടിച്ചു. എൻ്റെ പിതാവിനെ ഒരു പട്ടി കടിച്ചു. ഞങ്ങൾക്ക് വളരെ വിഷമമാണ്. ഞാൻ എവിടെ പോയാലും എൻ്റെ പിതാവിന് വേണ്ടി ഞങ്ങൾ ഓടി വീട്ടിൽ എത്താറുണ്ട്. അങ്ങനെ ഞങ്ങൾ പപ്പയെ സ്നേഹിച്ചു. എല്ലാവരും പറഞ്ഞു, നീ ഇവിടെ നിന്ന് പൊക്കോ, വേറെ എവിടെയും പോയി പാഴ്സണയിൽ പോയി താമസിക്കുക, അവിടെ പോയി താമസിക്കുന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ എൻ്റെ പിതാവിനെ നേടാൻ വേണ്ടി ഞങ്ങൾ വളരെ ത്യാഗത്തോടെ ഞങ്ങൾ വീട്ടിനകത്ത് താമസിക്കാനിടയായി. എന്നാൽ ഈ പട്ടി കടിച്ചു. ഞാൻ പപ്പയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ തികഞ്ഞ മദ്യപാനിയായിട്ട് പപ്പ കിടക്കുക. ഞാൻ പറഞ്ഞു, പപ്പ, ഞാൻ ഒരു പാസ്റ്ററാണ്, ഞാൻ നിങ്ങളെപ്പോലെ ആയിരുന്ന സാഹചര്യത്തിൽ നിന്നും ദൈവം എന്നെ വിടുവിച്ചതാണ്, നിങ്ങളെപ്പോലെ ഞാനും ആയിരുന്നതാണ്, അതുകൊണ്ട് ഞാനൊരു പാസ്റ്ററാണ്, എന്നെ നിങ്ങൾ നാണം കെടുത്തരുത് എന്ന് പിതാവിനോടൊക്കെ ഞങ്ങളിങ്ങനെ വളരെ സ്നേഹത്തോടെ പറയുമ്പോൾ എല്ലാം കേൾക്കുന്നല്ലാതെ തിരിച്ച് പ്രതികരിക്കുന്നില്ല. അപ്പോൾ പപ്പയോട് ഞാൻ പറഞ്ഞു, ഹോസ്പിറ്റലിൽ ഞാൻ പോയപ്പോൾ സിസ്റ്റർമാരോട് ഞാൻ പറഞ്ഞു, എൻ്റെ പപ്പ മുഴുക്കുടിയനാണ്, നിങ്ങൾ പപ്പയോട് പറയണം ഇനി കുടിച്ചാൽ പേ വരുമെന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ ഒരു സിസ്റ്റർ പറഞ്ഞു, ഇനി നിങ്ങൾ കുടിച്ചാൽ തികഞ്ഞ ഒരു പേ വിഷബാധ നിങ്ങളുടെ ശരീരത്തിനകത്ത് വരും, അതുകൊണ്ട് നിങ്ങൾ കുടിക്കരുതെന്ന് പറഞ്ഞ് പേടിപ്പിച്ചു. എന്നാൽ പിതാവ് 15 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെയും കുടിച്ചപ്പോൾ ഈ പട്ടി 16 അന്ന് പിന്നെയും ഈ പപ്പയെ കടിക്കാനിടയായി. അപ്പോൾ 15 ദിവസം കഴിഞ്ഞ് 16 ദിവസം കഴിഞ്ഞപ്പോൾ ഈ പട്ടി പപ്പയെ പിന്നെയും കടിച്ചു. അന്ന് പപ്പയ്ക്കൊരു വലിയൊരു മാനസാന്തരം ഉണ്ടായി. കൊറോണ സമയം മുഴുവനും ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു പിതാവായി ഒരു തുള്ളി മദ്യം കഴിക്കാതെ ഞാനും എൻ്റെ വൈഫും കൂടി ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞിറങ്ങുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഫോൺ വരും, നിൻ്റെ പപ്പയെ പിടിച്ചുകൊണ്ടിരുത്തിയിരിക്കുന്നു. ഞാനും എൻ്റെ വൈഫും കൂടി പോലീസ് സ്റ്റേഷനിൽ പോകും. അപ്പോൾ അവർ, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? അത് വേറെ ദിവസം കഴിഞ്ഞപ്പോൾ എക്സൈസ് ഓഫീസിനകത്ത് എൻ്റെ പിതാവിനെ പിടിച്ചുകൊണ്ടിരുത്തിയിരിക്കുന്നു. അതുപോലെ ആരാധന കഴിഞ്ഞപ്പോൾ ഞാനും എൻ്റെ വൈഫും കൂടി ഏതാണ്ട് ഈ രാത്രി 7-8 മണി വരെ എക്സൈസ് ഓഫീസിനകത്ത് നിന്നു എൻ്റെ പിതാവിന് വേണ്ടി. ഞാൻ പറയട്ടെ, ഇതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന ചില അനുഭവങ്ങളാണ്. പക്ഷേ എൻ്റെ പിതാവിനെയും ഞങ്ങൾക്ക് മദ്യപിക്കാത്തൊരു പിതാവിനെ ഞങ്ങൾക്ക് ദൈവം തന്നു. എന്നാൽ കഴിഞ്ഞ 1 വർഷത്തിന് മുമ്പ് പിതാവ് ഒരു ആക്സിഡൻറ്റിൽ മരിക്കുവാനിടയായി. മരിക്കുമ്പോൾ തികഞ്ഞ ഒരു ദൈവാശ്രയമുള്ളവനായി ഒരു നല്ലൊരു വ്യക്തിയായിട്ട് എൻ്റെ പിതാവ് മരിക്കുവാനിടയായി. ഞാൻ പറഞ്ഞത് ദൈവത്തിൻ്റെ സ്നേഹം എൻ്റെ അമ്മ അറിഞ്ഞത് നിമിത്തമാണ്. എൻ്റെ അമ്മ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് കൊണ്ടാണ്, എൻ്റെ അമ്മ കരയാൻ തുടങ്ങിയത് കൊണ്ടാണ് ഞങ്ങളുടെ ജീവിതത്തിന് ഇത്രയും വലിയ മാറ്റങ്ങളുണ്ടായത്. ഇന്ന് കാണുന്ന സൗഭാഗ്യങ്ങളെല്ലാം, ഇന്ന് കാണുന്ന സന്തോഷമെല്ലാം ഈ ദൈവത്തെ അറിഞ്ഞതിൽ കൂടിയാണ്. അതുകൊണ്ട് ഈ മാധ്യമങ്ങളിൽ കൂടി, ഈ മീഡിയയിൽ കൂടി ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ തകർന്ന അനുഭവങ്ങളിൽ കൂടി, പ്രയാസങ്ങളിൽ കൂടി കടന്നു പോകുന്നുവെങ്കിൽ ഇനി മരണം മാത്രമേ ഉള്ളൂ. ഇനി ശരീരം രക്ഷപ്പെടത്തില്ല, ശരീരത്തിനകത്തൊരു മാറ്റം വരത്തില്ല. മക്കളെക്കുറിച്ച് ഭാരപ്പെടുന്നവർ, കുടുംബത്തെക്കുറിച്ച് ഭാരപ്പെടുന്നവർ, ഭർത്താവിനെക്കുറിച്ച് തകർന്ന കുടുംബത്തിൻ്റെ ഉടമകളായിട്ട് ആരെങ്കിലും എൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളായിരിക്കുന്ന ഇടത്തേക്ക് ഞാൻ മനസ്സിലാക്കിയ കർത്താവിൻ്റെ സ്നേഹം നിങ്ങളുടെ ഹൃദയത്തിലേക്കും വരട്ടെ. കർത്താവ് നിങ്ങളെ വിടുവിക്കാൻ, കർത്താവ് നിങ്ങളെ സഹായിക്കാൻ, നിങ്ങളെ തകർന്ന മുറിവുകളെ കെട്ടുവാൻ, നിങ്ങളുടെ കുടുംബത്തിലെ സമാധാനം മടക്കിത്തരാൻ, മരിക്കാൻ, ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഒരുങ്ങുന്ന ചിലരെയൊക്കെ രക്ഷപ്പെടാണ്ട് 22ഓളം പേര്, ഈ 24ഓളം പേര് ഈ പ്രായത്തിനുള്ളിൽ എനിക്ക് യേശുവിലേക്ക് നേടാൻ
ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോയവരെ, കടലിൽ ചാടാൻ വേണ്ടി പോയവരെ, ഫാനിൽ തൂങ്ങാൻ കയറിട്ടവരെ, കയ്യറുത്തവരെ, വിഷം കയ്യിലിരുന്നവരെ ഒക്കെ വിടുവിക്കാൻ കർത്താവിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ നല്ല കർത്താവിനെ അറിയുവാൻ എനിക്ക് കർത്താവ് ഭാഗ്യം നൽകി. ഈ കർത്താവിനെ ഞാൻ അറിയാതിരുന്നെങ്കിൽ ഒന്നുകിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ജയിലിലടയ്ക്കുമായിരുന്നു, അല്ലെങ്കിൽ സ്വയം എവിടെയെങ്കിലും ഒരു ഭ്രാന്തൻ്റെ കൂട്ട് ഏതെങ്കിലും സെല്ലുകളിൽ ഒതുങ്ങിപ്പോകുമായിരുന്നു. ആ സ്ഥാനത്ത് നിന്നും എന്നെ ഇത്രത്തോളം കൊണ്ടുവന്ന ഈ കർത്താവിനെ ഈ മീഡിയയിൽ കൂടി ഒരു നിമിഷം എനിക്ക് ഉയർത്തുവാൻ ഇങ്ങനൊരു അവസരം കിട്ടിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അതുകൊണ്ട് വ്യത്യസ്തമായ സാഹചര്യം, ഒരുപക്ഷെ നിങ്ങൾ ഈ ശബ്ദം നിങ്ങൾ പലയിടത്തിരുന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് മാറ്റം വരുത്താൻ ഇവിടുത്തെ ഒരു വ്യക്തിക്കും കഴിയത്തില്ല, ഒരു മതങ്ങൾക്കും കഴിയത്തില്ല, രാഷ്ട്രീയങ്ങൾക്കും കഴിയത്തില്ല. കർത്താവ് യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയത്തുള്ളൂ. കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഞാൻ കുടി നിർത്തിയപ്പോൾ എൻ്റെ പിതാവ് കുടി നിർത്തി, എൻ്റെ ജ്യേഷ്ഠൻ്റെ കുടി മാറി. ഞങ്ങളുടെ വീടിനകത്ത് വലിയ സമാധാനങ്ങൾ, സന്തോഷങ്ങൾ ഞങ്ങൾ അനുഭവിക്കുന്നു. കുടുംബമായി ഇപ്പോൾ ആ കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ അയക്കുന്നിടത്തെല്ലാം പോയി യേശുവിനെ ഉയർത്തിക്കൊണ്ടുവരുന്നു. അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, യേശു സത്യദൈവമാണ്, നല്ല ദൈവമാണ്, പാപികളെ രക്ഷിക്കുന്ന ദൈവമാണ്. ഞങ്ങളെ രക്ഷിച്ച ദൈവം, ഞങ്ങളെ കുടുംബമാക്കി മാറ്റിയ ദൈവം, ഞങ്ങളെ രൂപാന്തരപ്പെടുത്തിയ ദൈവം, ഞങ്ങൾക്ക് സുബോധം തന്ന ദൈവം, ഞങ്ങൾക്ക് നല്ല വസ്ത്രമിടാൻ ഒരു ഭ്രാന്തൻ്റെ കൂട്ട് നടന്ന എന്നെ വീണ്ടെടുത്ത കർത്താവ്, ഇത്രയും മാന്യതകൾ തന്ന കർത്താവ്, ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾക്കും ഒരു മാന്യത തരാൻ, നിങ്ങൾക്കൊരു അഭിവൃദ്ധി തരാൻ, നിങ്ങൾക്കൊരു ഉയർച്ച തരാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ ഇന്ന് പറയുന്നു. ദൈവം നിങ്ങളെ, ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഒരു വചനമുണ്ട്, യൗവനക്കാരാ നിൻ്റെ യൗവനത്തിൽ സന്തോഷിക്കുക, നിനക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ നടന്നുകൊള്ളുക. പക്ഷെ ഇതൊക്കെയും ചെയ്യുമ്പോൾ ന്യായവിസ്താര സഭയുടെ മുമ്പാകെ നിൽക്കേണ്ടി വരുമെന്ന് ഞാൻ നിങ്ങളും മറന്നു പോകരുത്. അതുകൊണ്ട് സൃഷ്ടാവായ ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തി മറ്റൊരുത്തരും രക്ഷയില്ലെന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുമ്പോൾ രക്ഷപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട യേശു എന്ന നാമമേ ഉള്ളൂ. ഞാൻ യേശുവിനെ അറിഞ്ഞപ്പോൾ പലരും പറഞ്ഞു, നീയും പോയോ കള്ളന്മാരെ കൂടെ. നോക്കൂ, പ്രത്യേകിച്ച് പെന്തക്കോസുകാർ ദൈവമക്കളെ ലോകം വിളിക്കുന്നൊരു പേരാണ് കള്ളന്മാർ, കള്ളികളെന്നൊക്കെ. എന്ന് ഞാൻ പറയട്ടെ, മദ്യപിച്ച് ചാകാൻ നടന്നപ്പോൾ ഇവരാർക്കും ഒരു പ്രശ്നമില്ല. പക്ഷെ ഞാൻ നേരായ പാതയിൽ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ പ്രശ്നങ്ങൾ കൂടാൻ തുടങ്ങി. നോക്കൂ, അവർ പറയുന്നു ഇത് കള്ളന്മാരാണ്, ഇത് കള്ളന്മാരുടെ മാർഗമാണ്. എന്നാൽ ഞാൻ പറയട്ടെ, കള്ളനായി ജീവിച്ചപ്പോൾ, ലോകപ്രകാരം ജീവിച്ചപ്പോൾ അവർക്കാർക്കും ഒരു അഭിപ്രായം പറയാനില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ നോക്കുമ്പോൾ അവർക്കില്ലാത്തൊരു മാറ്റം ഞങ്ങളുടെ ജീവിതത്തിനകത്തുണ്ട്. എൻ്റെ സ്നേഹിതന്മാർ ഇന്ന് എന്നോടൊപ്പം കുടിച്ചവരിന്നും കുടിച്ചുകൊണ്ട് നടക്കുമ്പോൾ, ലോകപ്രകാരം ജീവിക്കുമ്പോൾ, കുടുംബങ്ങൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ എനിക്ക് ദൈവം ഇത്രയും സമാധാനത്തോടെ, സന്തോഷത്തോടെ എൻ്റെ ആ മുറിവുകളെല്ലാം ഉണങ്ങി, വാക്യകത്തുണ്ടാകുന്ന പാടുകളെല്ലാം മാറ്റി, ഇത്രയും നിങ്ങളുടെ വ്യക്തതയോടെ നിങ്ങളോട് സംസാരിക്കുക, നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ കർത്താവ് എനിക്ക് അവസരങ്ങൾ നൽകി. അതിനെയൊക്കെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് 22 വയസ്സിൽ അവസാനിക്കുമെന്ന് പക്ഷിശാസ്ത്രം പറഞ്ഞപ്പോൾ ഇപ്പോൾ ഇത് 38ാമത്തെ വയസ്സാണ്. ഈ ദൈവം വലിയവനാണ്. 22 അവൻ്റെ പക്ഷിശാസ്ത്രത്തിന് തെളിയാത്തത് ദൈവശാസ്ത്രത്തിൽ തെളിഞ്ഞു. അതുകൊണ്ട് ഏത് ശാസ്ത്രമല്ല നമ്മളെ ജീവിപ്പിക്കുന്നത്. ദൈവശാസ്ത്രത്തിലേക്ക് മടങ്ങി വരാൻ, ദൈവശാസ്ത്രത്തിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ, ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ, വൈദ്യൻ കൈവിട്ടാലും ലോകം കൈവിട്ടാലും ആര് കൈവിട്ടാലും കൈവിടാത്തൊരു ദൈവം നമ്മളോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. കർത്താവ് ഈ മീഡിയയിൽ കൂടി എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.